2 കോടിയുടെ മുതലാണ് അതീവ സുരക്ഷയുള്ള കവടിയാർ കൊട്ടാരത്തിന്റെ മതിൽ കടന്ന് പുറത്തുപോയത്. കവടിയാർ കൊട്ടാരത്തിലെ ആഭരണ കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. 2 ദിവസമായി നടന്ന അന്വേഷണത്തിൽ ഇതുവരെ തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൊട്ടാരം സന്ദർശിച്ചു. മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ കടുത്ത വെല്ലുവിളി നേരിടുകയാണ് അന്വേഷണ സംഘം. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി രൂപ മൂല്യം വരുന്ന ആഭരണങ്ങൾ കടത്തിക്കൊണ്ടുപോയത് ആരാണ്? കനത്ത സുരക്ഷയുള്ള കൊട്ടാരത്തിൽ കൊള്ളക്കാർ കയറി ആഭരണം മോഷ്ടിച്ചുവെന്ന സാധ്യത പോലീസ് തള്ളിക്കളയുകയാണ്. മാത്രമല്ല, ആഭരണം സൂക്ഷിച്ചിരുന്ന അലമാര തകർത്ത് മോഷണം നടന്നിട്ടില്ല. കൊട്ടാരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. പേരൂർക്കട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കൊട്ടാരത്തിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. മോഷണം നടന്നുവെന്ന് കരുതുന്ന ദിവസങ്ങളിൽ കൊട്ടാരത്തിലെത്തിയവരുടെ വിവരങ്ങൾ പാലസ് ഗേറ്റിലെ രജിസ്റ്ററിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. സമീപകാലത്ത് കൊട്ടാരത്തിൽ സൗഹൃദം സമ്പാദിച്ച് കടന്നുകൂടിയവരുടെ സാമ്പത്തിക വളർച്ചയും പരിശോധിക്കുകയാണ് പോലീസ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തി കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് കവടിയാർ കൊട്ടാരത്തിലെത്തി മോഷണം നടന്ന മുറി പരിശോധിച്ചു. അന്വേഷിക്കുന്നുണ്ട്. ആദ്യം അന്വേഷിക്കട്ടെ. സസ്പെക്ട് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ മൊഴിയെടുക്കലൊക്കെ പരിശോധിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിലോ നവംബറിലോ മോഷണം നടന്നുവെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരം ഔദ്യോഗികമായി പരാതി നൽകിയത്. തുടർന്ന് പേരൂർക്കട പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.